welcome Dulka Salva. നമസ്കാരം കൊച്ചി. എന്റെ സൗണ്ട് ഇത്തിരി പോയിരിക്കണം, ക്ഷമിക്കണം. എന്ത് പറ്റി? ഞാൻ IM ഗെയിം ഷൂട്ട് ചെയ്തതാണ്. IM ഗെയിമിൽ ഒരുപാട് ആക്ഷനും അലർച്ചകളും ഒച്ചയുടെ ആക്കി എന്റെ സൗണ്ട് പോയി. 2 വർഷമായി അടുപ്പിച്ച് ഞാൻ അന്യഭാഷ സിനിമകളായിട്ടാണ് നാട്ടിൽ വരുന്നതെന്ന് അറിയാം. എന്നാൽ ഇതിനെല്ലാത്തിനും മേക്കപ്പ് ചെയ്തുകൊണ്ട് ഐ തിങ്ക് IM ഗെയിം നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും മീറ്റ് ചെയ്യുന്ന സിനിമയായിരിക്കും, അല്ലെങ്കിൽ എക്സീഡ് ചെയ്യുന്ന സിനിമയായിരിക്കും. അതിനുള്ള എല്ലാ പ്രയത്നങ്ങളും ഞങ്ങൾ ഇടുന്നുണ്ട്. കൊച്ചി തന്നെയാണ് ഓൾമോസ്റ്റ് മോസ്റ്റ് ദ ഷൂട്ട്. ഞാനിപ്പോ കാന്തനെ കുറിച്ച് സംസാരിക്കും. ഇത് എന്റെ കരിയറിൽ തന്നെ എന്റെ ഏറ്റവും അംബിഷ്യസ് ആയിട്ടുള്ള സിനിമയാണ് കാന്ത. ഞാൻ 2019 ഇതിന്റെ സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പൊ 6 കൊല്ലമായിട്ട് ഞങ്ങൾ ഈ സിനിമയായിട്ട് യാത്ര ചെയ്യുന്നതാണ്. ഇതിന്റെ ഈ ഡയറക്ടറിനെ ആദ്യമായിട്ട് കാണാൻ വരുമ്പോഴത്തേക്ക് ഞാനൊരു ഉച്ച സമയത്ത് നറേഷൻ പ്ലാൻ ചെയ്ത് ഇയാളായിട്ട് ഞാൻ മീറ്റ് ചെയ്തു. എനിക്ക് അന്ന് രാത്രി ഒരു ഡിന്നറിന് പോകണ്ടായിരുന്നു. 5 മണിയായി, 6 മണിയായി, 7 മണിയായി, 7:30 മണിയായി. ഞാൻ പറഞ്ഞു, സെൽവ എനിക്കൊരു ഡിന്നറിന് പോകാനുണ്ട്, ഒരു 10 മിനിറ്റിനുള്ളിൽ. പുള്ളി ഒരു സാർ ഒരു 10 മിനിറ്റ് കൂടി, ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ ഫസ്റ്റ് ഹാഫ് തീർക്കാന്ന് പറഞ്ഞു. അപ്പൊ അത്രയും നീണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള നെറേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ അടുത്ത സെക്കൻഡ് ഹാഫ് നെറേറ്റ് ചെയ്യുമ്പോൾ 4-5 മണിക്കൂർ എടുത്തു, ഒരു 10 മണിക്കൂർ കിട്ടുന്ന കേട്ടിട്ടാണ് ഞാൻ ഇതിന്റെ നറേഷൻ കേൾക്കുന്നത്. അപ്പൊ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻട്രിക്കറ്റ് ആയിട്ടുള്ള ഡ്രാമയുള്ള, ത്രിൽസ് ഉള്ള, റൊമാൻസ് ഉള്ള, കഥയുള്ള ഒരു സിനിമയാണ് കാന്ത. ഇതിനങ്ങനെ ഒരു ഭാഷ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് സെറ്റ് ചെയ്തിരിക്കുന്ന ചെന്നൈയിലായതുകൊണ്ട് ഞങ്ങൾ തമിഴിലാണ് ഈ പടം ഷൂട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർ, മലയാളികൾ എല്ലായിടത്തും എപ്പോഴും നല്ല സിനിമകൾ ഏത് ഭാഷയിലാണ് കാണുന്ന പ്രേക്ഷകരാണ് ഞാൻ വിശ്വസിക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ തമിഴ് സിനിമകൾ എപ്പോഴും വലിയ രീതിയിൽ നമ്മൾ വരവേൽക്കാറുണ്ട്. കേരളത്തിലാണെങ്കിലും മിഡിൽ ഈസ്റ്റിലാണെങ്കിലും. ഇത് നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഞാൻ ഇതേവരെ എനിക്ക് അങ്ങനെ പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സീൻസും ഒരുപാട് ഇമോഷൻസും ഒക്കെ ട്രാവൽ ചെയ്തൊരു സിനിമയാണ്. എൻ്റെ ബ്രദറായ റാണ ഞാനും ഒന്നിക്കുന്ന സിനിമയാണ്. ഞങ്ങൾക്കൊരു 8-9 ക്ലാസ് മുതലുള്ള പരിചയമാണ്. ഞങ്ങളൊരിക്കലും സിനിമയിൽ ഇങ്ങനെ വരുമെന്നോ അല്ലെങ്കിൽ അഭിനയിക്കുന്നോ ഇതുപോലെ പ്രൊഡ്യൂസ് ചെയ്യുന്നോ സ്വപ്നം കണ്ട ആൾക്കാരല്ല. അതുകൊണ്ട് ഇതൊരു കാണാത്തൊരു സ്വപ്നം ശരിയായി വരുന്ന പോലത്തെ ഒരു മോമെന്റ് ആണിത്. അത് ഇങ്ങനത്തെ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ലൈഫിൽ റാണയ്ക്കാണെങ്കിലും എനിക്കാണെങ്കിലും കരീസാറിനാണെങ്കിലും ഭാഗ്യശ്രീക്കാണെങ്കിലും ഇങ്ങനെ ഒരു സിനിമ ഇനി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള മൂവിയാണ്. Every time I go that side, I'm like, Bhagyashree and DQ have to dance together properly. On the dance, they didn't do it properly. Do you want to see them dance together? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.